നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. സന്ധിയില്ലാ സമരവുമായി ആശമാർ മുന്നോട്ട്. രാപ്പകൽ സമരം 48-ാം ദിവസം പിന്നിട്ടു. നിരാഹാര സമരം തുടങ്ങി ഇന്ന് 10ാം നാൾ. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാപ്രവർത്തകർ. കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായി. മൂല്യനിർണ്ണയത്തിന് കൊടുത്തയച്ച 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. കോഴ്സ് പൂർത്തിയായിട്ടും MBA ഫലപ്രഖ്യാപനം നടത്താനാകാതെ സർവകലാശാല. കയ്യേറ്റം നടന്ന ഇടുക്കി ചൊക്രമുടിയിൽ കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൊക്രമുടി മലനിരകളുടെ ഭാഗമായ ഒറ്റമരം, പച്ചപ്പുല്ല്, പെരപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. തിരുവനന്തപുരം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇഷിത റോയ് ഇന്ന് വിരമിക്കും. തലശ്ശേരി സബ് കളക്ടറായിരുന്നു ഇഷിത സർവീസിൽ പ്രവേശിച്ചത്. കൃഷിവകുപ്പ് സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ, സെൻട്രൽ സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യ മെമ്പർ സെക്രട്ടറി, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ, ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കണ്ണൂർ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും പുലിയിറങ്ങി. കാടുകുറ്റി കുറുവക്കടവിൽ പുലി വളർത്തുനായയെ കടിച്ചു. കുറുവക്കടവ് സ്വദേശി ജനാർദ്ദനൻ മേനോന്റെ വീട്ടിലെ നായയാണ് പുലി കടിച്ചത്. മ്യാൻമറിലും തായ്ലൻഡിലെ ബാങ്കോക്കിലുമുണ്ടായ വൻ ഭൂചലനത്തിൽ മരണം 150 കടന്നു. 700-ലധികം പേർക്ക് പരിക്കേറ്റു. മ്യാൻമറിലെ 6 പ്രവിശ്യകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും പ്രത്യേക വിമാനം പുറപ്പെട്ടു. നേപ്പാളിൽ രാജഭരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കലാപം. സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജവാഴ്ച അനുകൂലികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റു. 100 കണക്കിന് വാഹനങ്ങളും വീടുകളും ആക്രമിക്കപ്പെട്ടു. കാഠ്മണ്ഡുവിലും സമീപ പ്രദേശങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് പലസ്തീനുകൾ കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്നുവെന്ന് UN അറിയിച്ചു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അടിയന്തര UN രക്ഷാസമിതി ചേരണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും പ്രതികരിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ മാറ്റിയാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഒത്തുതീർപ്പുകളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെലൻസ്കിയെ മാറ്റി ഒരു താൽക്കാലിക ഭരണകൂടം ഉണ്ടാക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളാകാമെന്നും പുടിൻ വ്യക്തമാക്കി. അമേരിക്കയിലെ ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് 300-ലധികം പേരുടെ വിസ റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പ്രതിഷേധിക്കുന്നവരെ ഭ്രാന്തുള്ളവർ എന്ന് റൂബിയോ ആക്ഷേപിച്ചു. ഇനി ദിവസേന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയക്കാരുടെ അധികാരം വിപുലീകരിക്കുന്ന നിയമം പാസാക്കി ഇസ്രായേൽ പാർലമെന്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾക്കെതിരെ വർഷങ്ങളായി നടന്ന പ്രതിഷേധത്തെ വെല്ലുവിളിച്ചാണ് നിയമം പാസായത്. സുപ്രീം കോടതിയുമായി നെതന്യാഹു സർക്കാർ തുടരുന്ന തർക്കത്തിനിടെയാണ് നടപടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഹനങ്ങൾക്ക് ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ US-ഉമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. കാനഡയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക സുരക്ഷ, സൈനിക ബന്ധങ്ങളുടെ യുഗം അവസാനിപ്പിച്ചു എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ട്രംപിന്റെ നിരന്തരമായ തീരുവ യുദ്ധത്തിൽ പല രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഈ അഭിപ്രായ പ്രകടനം. ഉത്തർപ്രദേശ് മീററ്റിൽ റോഡുകളുടെ നമസ്കാരം നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച മീററ്റ് സിറ്റി പോലീസ്. നിയമം ലംഘിക്കുന്നവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുകയും ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കുകയും ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. ഈദ് നമസ്കാരങ്ങൾ പ്രാദേശിക പള്ളികളിലോ നിയുക്ത ഈദ്ഗാഹുകളിലോ നടത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു.
UAE ദിർഹത്തിന് ഇനി പുതിയ ചിഹ്നം. UAE സെൻട്രൽ ബാങ്കാണ് ദിർഹത്തിന് വരുത്തിയ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമായ ഡിയിൽ നിന്നുമാണ് പുതിയ ചിഹ്നം രൂപപ്പെടുത്തിയിരിക്കുന്നത്. UAE ദേശീയ പതാകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ചിഹ്നം ഡിസൈൻ ചെയ്തത്. തൃശൂർ കാട്ടൂർ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ MDMAയുമായി യുവാക്കൾ അറസ്റ്റിൽ. കാട്ടൂർ സ്വദേശി സുജിത്, കിഴപ്പുള്ളിക്കര സ്വദേശി അജിത് ജെറിൻ എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ വാറ്റുകോടയും വാറ്റുപകരണങ്ങളും പിടികൂടി എക്സൈസ്. കാർത്തികപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പാടശേഖരത്തോട് ചേർന്നുള്ള ചതുപ്പ് നിലത്താണ് വാറ്റ് നടന്നത്. വാറ്റുമായി ബന്ധപ്പെട്ട് ചേപ്പാട് വിളയിൽ തെക്കേതിൽ സുനിൽകുമാറിനെതിരെ എക്സൈസ് കേസെടുത്തു. തൃശൂരിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. മുല്ലശ്ശേരി ആനക്കര സ്വദേശി അഭിഷേകിനെയാണ് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും 6 മാസക്കാലത്തേക്ക് നാടുകടത്തി ഉത്തരവായത്. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോക്സോ കേസുകളിൽ ഉൾപ്പെടെ നിരവധി അടിപിടി കേസുകളിലെ പ്രതിയാണ് അഭിഷേക്. എറണാകുളം കുഴുപ്പിള്ളിയിൽ നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കുഴുപ്പിള്ളി അയ്യമ്പിള്ളി സ്വദേശി മനു നവീനെയാണ് കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. എറണാകുളം ഞാറയ്ക്കൽ വധശ്രമ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഞാറയ്ക്കൽ വാലക്കടവ് ഭാഗത്ത് പ്രജിത്തിനെയാണ് കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. കൊലപാതകം, സംഘം ചേരൽ, മൃഗങ്ങളോടുള്ള ക്രൂരത തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. എറണാകുളം കോതമംഗലത്ത് വിസ തട്ടിപ്പ് കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശികളായ തോമസ് N ഐസക്, തമിഴ്നാട് സ്വദേശി പ്രദീപ് കുമാറിനെയുമാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രേലിയയിലേക്കുള്ള വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും 1 കോടിയിലേറെ രൂപ കൈക്കലാക്കുകയായിരുന്നു. കോതമംഗലം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മലപ്പുറം നിലമ്പൂരിൽ മൂലേപ്പാടം സെന്റ് ജോസ് പള്ളിയുടെ കപ്പേളയിൽ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. നേർച്ചപ്പെട്ടിയിലെ പണം നഷ്ടമായിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറണാകുളം കോലഞ്ചേരി ഗ്രീൻ വാലി വെള്ളക്കമ്പനിയിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ആസാം സ്വദേശികളായ സാദിഖുൽ ഇസ്ലാം, മുസ്താഖ് അലി എന്നിവരെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കമ്പനിയിൽ നിന്ന് 4 ലാപ്ടോപ്പും 2 മൊബൈൽ ഫോണുകളും 6900 രൂപയുമാണ് മോഷണം പോയത്. കർണാടക ഖാനാപൂരിൽ സൈബർ തട്ടിപ്പിൽ 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ട വൃദ്ധ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. ഖാനാപൂർ സ്വദേശികളായ നസ്രത്ത്, ഭാര്യ ഫ്ലാവിയാന എന്നിവരാണ് മരിച്ചത്. ഡൽഹി ഷക്ദാരയിൽ ഫ്ളാറ്റിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ്. വീടിന്റെ ഉടമസ്ഥയായ വിവേകാനന്ദ് മിശ്രയെ ചോദ്യം ചെയ്യുന്നതായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. മൃതദേഹം ആരുടേതാണെന്ന കാര്യം വ്യക്തമല്ല. കാസർഗോഡ് പൂച്ചക്കാടിൽ സ്കൂട്ടിയിൽ ലോറിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചെറുവത്തൂർ സ്വദേശി AP മുഹമ്മദ് ഫായിസ് ആണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ച സഹപാഠിക്കും പരിക്കുണ്ട്. പുലർച്ചെ 3:30യോടെയാണ് അപകടം. ബംഗളൂരുവിൽ നിന്ന് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഫായിസ്. സ്കൂട്ടിയിൽ ലോറി ഇടിച്ചപ്പോൾ ഫായിസ് മറ്റൊരു ലോറിക്കടിയിൽ പെടുകയായിരുന്നു. തൃശൂർ വാടാനപ്പള്ളിയിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. മതിലകം സ്വദേശി നക്സ്മലിനെ വാടാനപ്പള്ളി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഗണേശമംഗലം സ്വദേശി അജീഷിനെയാണ് നസ്മൽ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവശേഷം പ്രതി ഒളിവിലായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ ചേലക്കരയിൽ പിക്കപ്പ് വാൻ പുതുപാലത്തിൽ ഇടിച്ചുകയറി അപകടം. പിക്കപ്പ് വാൻ പാലത്തിലേക്ക് ഇടിച്ചുകയറി തല കീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. ചേലക്കര പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ പാവറട്ടി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ കേരളത്തിലെ സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ എന്ന പദ്ധതിക്കായി 2,950 ലക്ഷം രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ മണലൂർ വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. മുരളി പെരുന്നല്ലി MLAയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പാവറട്ടി വില്ലേജിനെ ഇതിൽ ഉൾപ്പെടുത്തിയത്. പാലക്കാട് പട്ടാമ്പിയിലെ പൊതു ശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു. ശ്മശാനത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണം പൂർത്തിയാക്കി ശ്മശാനം ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് നഗരസഭ അറിയിച്ചു. സംരക്ഷണമില്ലാതെ കാടുമൂടി പാലക്കാട് പന്നിയൂർ കുളം നാശത്തിന്റെ വക്കിൽ. വേനൽക്കാലത്തും ജലസമൃദ്ധമായ കുളമാണ് ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ കിടക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട് കുളം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അന്തരിച്ച പ്രമുഖ ഫോട്ടോഗ്രാഫറും നടനുമായ NL ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ NNB ഫോട്ടോഗ്രഫി മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ പ്രേംലാൽ പട്ടാഴി 1ാം സ്ഥാനം നേടി. ഫെഫ്ക പ്രസിഡന്റ് CP മലയിൽ, ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാരം കൈമാറി. കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും പുറത്തുവരുന്ന രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരാതി. റിഫൈനറിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് കാറ്റിൽ പറന്ന് അയ്യൻകുഴിയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിലെ വെൺമണി ഷാർങ്ങാക്കാവ് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. പാലത്തിന്റെ പണി 1.5 വർഷം മുൻപ് ആരംഭിച്ചെങ്കിലും പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ICDS പ്രൊജക്ടിലെ 122 അംഗനവാടികൾക്ക് പ്രീ സ്കൂൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡറുകൾ ക്ഷണിച്ചു. ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് 2 വരെ ടെൻഡറുകൾ സമർപ്പിക്കാം. എറണാകുളം ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ 92ാം നമ്പർ അംഗനവാടിയിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർമാരുടെ നിയമനം നടത്തുന്നതിനായി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ 12ാം ക്ലാസ് പാസ് ആയിരിക്കണം. ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്കായി ലിയോറ ഫെസ്റ്റ് ജില്ലാതല സമ്മർ ക്യാമ്പുകൾ കൊല്ലത്ത് സംഘടിപ്പിക്കും. കുട്ടികൾക്ക് അറിവിനും സർഗാത്മകതയ്ക്കുമൊപ്പം സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം ആരംഭിച്ച മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പയിന്റെ തുടർച്ചയായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫും പുതുവസ്ത്രവും വിതരണം നടത്തി. നെടുമങ്ങാട് സാംസ്കാരിക വേദി ചെയർമാൻ ശ്രീകുമാറും മുൻ നഗരസഭാ ചെയർമാൻ K സോമശേഖരൻ നായരും ചേർന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ SSLC വിദ്യാർത്ഥികൾ യൂണിഫോം വസ്ത്രങ്ങൾ സ്കൂളിന് തിരിച്ചു നൽകി മാതൃകയായി. ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾ യൂണിഫോം വസ്ത്രങ്ങൾ സ്കൂളിന് തിരിച്ചു നൽകിയത്. 250ഓളം യൂണിഫോം വസ്ത്രങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും ഇതുവഴി സ്കൂളിന് ശേഖരിക്കാനായി.
കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ വേനലവധിക്ക് മുൻപ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. മൈലാഞ്ചി മൊഞ്ച് എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഞ്ചായത്തിലെ 6 വിദ്യാലയങ്ങൾക്കും 1 ലൈബ്രറിക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കൈമാറി. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ മുഹമ്മയിലെ രാജി ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ കടുത്തുരുത്തി പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിക്കാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായവരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തി. ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. യോഗം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് BJPയെ സംരക്ഷിക്കാൻ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ച ED നടപടിയിൽ പ്രതിഷേധിച്ച് CPIM പുറവത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. പ്രകടനവും യോഗവും ഏരിയ കമ്മിറ്റി അംഗം SS ബിജു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം B സതീശൻ അധ്യക്ഷനായി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ 2025-2026 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആശാപ്രവർത്തകർക്ക് അല്പം ആശ്വാസമേകുന്ന ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചത്. കുടിവെള്ള പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് വൈസ് ചെയർമാൻ K ശിബുരാജൻ അവതരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ബജറ്റിനെതിരെ പ്രതിഷേധിച്ച് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റി. ബജറ്റിൽ തീർത്തും കേന്ദ്ര സർക്കാർ ഫണ്ടിനെ ആശ്രയിച്ചു മാത്രമുണ്ടാക്കിയ ബജറ്റാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധിച്ചത്. മാർച്ച് BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു. DYFI ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വർക്കലയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി വടശ്ശേരിക്കോണം ജുമാ മസ്ജിദ് നാടിന് മാതൃകയായി. ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണർവ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നാടിന് മാതൃകയായി. വർക്കല പോലീസ് ഗ്രേഡ് ASI CJ ബിജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തിരുവനന്തപുരം നഗരസഭയും പോലീസും ലഹരിക്കെതിരെ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. ക്രിക്കറ്റാണ് ലഹരി എന്ന പ്രഖ്യാപനവുമായി പ്രചരണ പരിപാടിയുടെ ഭാഗമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ നെടുമങ്ങാട് നഗരസഭാ ടീമിനെ നെടുമങ്ങാട് പോലീസ് ടീം പരാജയപ്പെടുത്തി. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കട്ടേക്കോട് വിജ്ഞാൻ കോളേജ് ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടേക്കോട് ശാസ്തഗിരിയിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാൻ കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചത്. ആധുനിക ലോകത്തെ ഭീഷണിയായി വളർന്നുവരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി.
സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഏരിയ തല ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം DK മുരളി MLA നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി KP പ്രമോഷ് അധ്യക്ഷനായി. മലപ്പുറം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി എടപ്പാൾ ചുങ്കത്ത് നിന്ന് ആരംഭിച്ച വിളംബര റാലി അംശക്കച്ചേരിയിൽ സമാപിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ നിർവഹിച്ചു. കാസർകോട് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MT അസീസ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് ഉണ്ണിക്കണ്ണന്റെ ശില്പം സ്ഥാപിച്ചു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കന്നിപ്പുറം കൃഷ്ണനിവാസിൽ വെങ്കിടേശ്വരനാണ് ശില്പി. തൃശൂർ കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ കലവറ നിറച്ചു. അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് അന്നദാന യജ്ഞം നടക്കുന്നത്. 3 ദിവസത്തെ അന്നദാനത്തിന് തുടക്കമാവും. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടിക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PK അരുൺ പറഞ്ഞു. ക്ഷേത്രത്തെയും നഗരത്തെയും 2 സോണുകളായി തിരിച്ച് 2 DYSPമാർക്ക് ചുമതല നൽകി. ലണ്ടനിൽ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് മീനഭരണി മഹോത്സവം സംഘടിപ്പിക്കുന്നു. ഈ മാസം 29 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ലണ്ടനിലെ ക്രോയ്ഡോണിലെ വെസ്റ്റ് കമ്മ്യൂണിറ്റി സെന്ററിലാണ് പരിപാടി. പൊങ്കാല സമർപ്പണം, ദേവി ഉപാസന, അന്നദാനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. തൃശൂർ SNDP യോഗം മനക്കൊടി ശാഖയുടെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാദിനം നടന്നു. സ്വാമി ഗിരി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് കാർമ്മികനായി. ശാഖാ പ്രസിഡന്റ് പുരുഷോത്തമൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി. രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും 100 കോടി ക്ലബിൽ കയറി ചരിത്രം കുറിച്ച് എമ്പുരാൻ. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ബജറ്റിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ഇനിയും കളക്ഷൻ കൂടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മോഹൻലാൽ അടക്കമുള്ളവർ 100 കോടി സ്പെഷ്യൽ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിന്റെ കുറിപ്പ്. സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം വീരധീര സൂരൻ വിക്രമിന്റെ കംബാക്ക് എന്ന് ആരാധകർ. ചിത്രത്തിന് കേരളത്തിലും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചിത്രം കേരളത്തിൽ നിന്നും വലിയ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വിക്രം സിനിമയ്ക്ക് കേരളത്തിൽ വലിയ വരവേൽപ്പ് ലഭിക്കുന്നത്. 6.65 കോടിയാണ് തമിഴ്നാട്ടിലെ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ. ഷാഹിദ് കപൂറിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ദേവ OTTയിൽ. റോഷൻ ആൻഡ്രൂസിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായിരുന്നു ദേവ. ജനുവരി 31 തിയേറ്ററുകളിലെത്തിയത്. പ്രമുഖ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. രാം ചരൺ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. വെടി എന്ന പേര് പുറത്തിറങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ബുച്ചി ബാബു സനയാണ്. ചിത്രത്തിന്റെ പ്രീ ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. രാം ചരണിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ജാൻവി കപൂറാണ് ചിത്രത്തിലെ നായിക.
ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണമാസിന്റെ പ്രൊമോ സോങ് പുറത്ത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഇലക്ട്രോണിക് കിളി സംഗീതം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് ആനന്ദാണ്. ചിത്രം വിഷുവിന് തിയേറ്ററുകളിലെത്തും. ഹിന്ദി ചിത്രം സന്തോഷിന്റെ ഇന്ത്യയിലെ പ്രദർശനത്തിന് വിലക്ക്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ച CPFCയുടെ നടപടി നിരാശാജനകവും ഹൃദയഭേദകവുമാണെന്ന് ചിത്രത്തിന്റെ സംവിധായിക സന്ധ്യ സുരി പ്രതികരിച്ചു. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ മൂന്നാമതായി മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ബസൂക്കയുടെ ട്രെയിലർ. 2 ദിവസം മുൻപാണ് ബസൂക്കയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂർ. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഹോം ടീമിനെ 50 റൺസിനാണ് ബംഗളൂർ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സീസണിലെ ആദ്യ വിജയം ലക്ഷ്യമിട്ട ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത്. പരിശീലകൻ ഡൊറിവൽ ജൂനിയറിനെ പുറത്താക്കി ബ്രസീൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയോടുള്ള തോൽവിക്ക് പിന്നാലെയാണ് പരിശീലകനെ ബ്രസീൽ പുറത്താക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഡൊറിവൽ ടീമിന്റെ പരിശീലകനായി ചുമതലയേൽക്കുന്നത്. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന് ചെന്നൈയും മധുരയും വേദികളാകും. 2025 നവംബർ 28 മുതൽ ഡിസംബർ 10 വരെയാണ് മത്സരങ്ങൾ. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകൾ പങ്കെടുക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന തുടർച്ചയായ 3ാമത്തെ ജൂനിയർ ഹോക്കി ലോകകപ്പായിരിക്കും ചെന്നൈയിൽ നടക്കുക. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.